കുഞ്ഞുമക്കളുടെ ദാരുണാന്ത്യ വാർത്ത വളരെയധികം സങ്കടകരമായ ഒന്നായി മാറിയിരിക്കുന്ന കാലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒന്നിലധികം കുട്ടികളുടെ വാർത്തകൾ ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത്രമാത്രം എല്ലാവർക്കും വേദന പകർന്ന ഒരു വാർത്തയെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. കാരണം അത്രമാത്രം പ്രേക്ഷകർക്കും അത് കേട്ടു നിന്നവർക്കും ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവം. ഒന്നും ചെയ്യാത്തൊരു പിഞ്ചു കുഞ്ഞ് മരിച്ചു വീഴുമ്പോൾ അതിൻ്റെ സങ്കടം അതിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, അതിൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ തന്നെയും ആ സങ്കടം വരും. മതിലിടിഞ്ഞു വീണാണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. പേര് ദേവിഭദ്ര. മിടുക്കിയായ പെൺകുട്ടി. നൃത്തത്തിലും പാട്ടിലുമൊക്കെ മിടുക്കി. ശരിക്കും പറഞ്ഞാൽ ദേവിഭദ്ര നാടിന് തന്നെ ഒരു മിടുക്കി പെൺകുട്ടിയായിരുന്നു. കണ്ണീരോടെ വിട നൽകാനല്ലാതെ ആ ജന്മനാടിന് മറ്റൊന്നും സാധിക്കുന്നില്ല. മകളെ, നിന്റെ ഓർമ്മകൾ കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ നിറയുകയാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും ഓർമ്മ വരുന്നില്ല. നിന്റെ ചിരിച്ച മുഖം മാത്രമാണ് ഓർമ്മ വരുന്നതെന്ന് തൃശ്ശൂരിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കരുവന്തലയിലെ മതിലിടിഞ്ഞു വീണ് 7 വയസ്സുകാരി മരിച്ച വാർത്ത വന്നു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ മഹേഷ് കാർത്തികേയന്റെ മകൾ ദേവിഭദ്രയാണ് ദാരുണമായി പൊലിഞ്ഞത്. ഞായറാഴ്ച പകൽ 1:30-ഓടെയാണ് സംഭവം. മഹേഷിന്റെ തറവാട്ട് ക്ഷേത്രമായ കറുവന്തല മാമ്പ്ര തൊട്ടപ്പറമ്പിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനമായിരുന്നു ഞായറാഴ്ച. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. കൂട്ടുകാരുമൊത്ത് ക്ഷേത്രത്തിനടുത്ത പറമ്പിൽ കളിക്കുന്നതിനിടയിലാണ് സംഭവം. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിനോട് ചേർന്ന ചെറിയ തോട്ടിൽ ദേവിഭദ്രയുടെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസ വീണു. ഇത് കുനിഞ്ഞെടുക്കുന്നതിനിടയിൽ മതിലിന്റെ മുകൾ ഭാഗത്ത് സിമന്റ് കട്ടകൾ ഇളകി ദേവിഭദ്രയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഇത് കണ്ട മറ്റു കുട്ടികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. മറ്റൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് കേട്ട് ബന്ധുവായ അന്തിക്കാട് സ്വദേശി സുമേഷ് ഓടിയെത്തി. തലയ്ക്ക് പരിക്കേറ്റ ദേവിഭദ്രയെ ആദ്യം മുല്ലശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കുട്ടിയുടെ കൈക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. ഞായറാഴ്ച പകലാണ് സംഭവം. ഞായറാഴ്ച പകൽ 11:30-ഓടെയായിരുന്നു ഈ ഒരു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. തറവാട്ട് ക്ഷേത്രത്തിലെ കരുവന്തല മാമ്പ്ര തോട്ടിപ്പറമ്പിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളെല്ലാവരും കളിക്കുകയായിരുന്നു അന്ന്. ആ ചടങ്ങിനിടെ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ആദ്യം ഈ അപകടം സംഭവിച്ചത്. കുട്ടികളെല്ലാവരും അവിടെ നിന്ന് കളിക്കുന്ന ഒരു പതിവുണ്ട്. അക്കൂട്ടത്തിലാണ് കുട്ടികളെല്ലാം അവിടെ ഓടിയെത്തിയതും. ദേവിഭദ്ര അവരോടൊപ്പം കളിക്കുകയായിരുന്നു. ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയും നാട്ടിലെ ഉത്സവം എല്ലാവരും ആഘോഷത്തോടെ തമിർക്കുകയും ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ സങ്കട വാർത്ത. അതുകൊണ്ട് തന്നെ ആ ദേശത്തിന് ആകെ തന്നെ ഇത് സങ്കടത്തിലായെത്തി. ഉത്സവത്തിന് പിന്നീട് ഒരു സന്തോഷവുമില്ലായിരുന്നു. ഉത്സവത്തിന് ആഘോഷങ്ങളെല്ലാം കുറച്ചു. എല്ലാം ഈ പെൺകുട്ടിയുടെ മരണവാർത്ത കേട്ടതിന് പിന്നാലെയാണ്. കൂട്ടുകാരുമൊത്ത് കളിക്കുന്നിടയിലായിരുന്നു പെൺകുട്ടിക്ക് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. ഒന്നും അറിഞ്ഞില്ല, ഒരു തെറ്റും ചെയ്തില്ല. അങ്ങനെയാണ് ആ കുരുന്ന് മരിച്ചുപോയത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിനോട് ചേർന്ന തോട്ടിൽ കയ്യിൽ നിന്ന് വീണ ചില്ലറ പൈസ എടുക്കാൻ പോയ ദേവിഭദ്രയാണ്. അവൾക്കറിയില്ലായിരുന്നു അത് അവളുടെ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കമായിരുന്നുവെന്ന്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.